കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇഡി തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാവും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ഇഡിയാണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാവും. രണ്ടാമത്തെ കാര്യം, ഇതിന് വാദത്തിന് വേണ്ടി ഇപ്പൊ CPM-കാർ വരും, പതിവ് പലവയായിട്ട് വരും. ഇതൊന്നുമില്ല, നല്ല ഇഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM-ഓ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ അവർ മുന്നോട്ട് വന്നില്ല? ഇഡി ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് CPM-ന് നിർബന്ധം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ? പ്രചരണത്തിന് ഒട്ടും മോശക്കാരല്ലല്ലോ CPM. ഇതെന്തുകൊണ്ട് അവരും പൂഴ്ത്തിവെച്ചു? ഇഡി പൂഴ്ത്തിവെച്ചു, CPM പൂഴ്ത്തിവെച്ചു, ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചു. ഇതിന്റെ രണ്ടിന്റെയും പേരിലുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൌസിൽ പ്രഭാത ഭക്ഷണം, കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം, ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടിൽ അല്ലെങ്കിൽ ആ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ലോകത്തെമ്പാടും നടത്തിയ പിരിവിൽ നിന്നും 1000 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 1000 കോടി രൂപ UAE സർക്കാരിന്റെ കയ്യിലാണ്. എത്ര മാറ്റി എന്നതിനെ കുറിച്ച് നമ്മുടെ കയ്യിൽ കണക്കില്ല. അപ്പൊ ഹൈക്കോടതിയിൽ ഇത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഇന്നത്തെ ജഡ്ജിയായിരുന്ന KV വിശ്വനാഥനാണ് ലൈഫ് മിഷൻ കേസുകൾ വാദിച്ചത്. ആ കേസ് വാദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആ കേസ് ജയിക്കാൻ കഴിഞ്ഞില്ല. ആ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതിയിൽ ജഡ്ജിയാണ് അദ്ദേഹം. ഈ കേസിൽ ഇടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. രാജ്യത്തുണ്ടായ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് തട്ടിപ്പിന് വിനിയോഗിക്കാമെന്നുള്ളത് വിദഗ്ധമായി കാണിച്ചിരുന്ന മുഖ്യമന്ത്രിയും കുടുംബവുമാണ് കേരളം ഭരിക്കുന്നത്. ആ ഡീലിന്റെ പ്രൊഡക്റ്റാണ് കലിംഗസ്വാമി എന്നറിയപ്പെടുന്ന സുരേഷ് ഗോപി, തൃശ്ശൂരിലെ MP ആയി ജയിച്ച സുരേഷ് ഗോപി. അതാണ് ഇത് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സ്വപ്ന സുരേഷ്. ഈ പറഞ്ഞ വിവേക് വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. ആ സ്വപ്ന സുരേഷിനെയും ഇന്ന് കാണാനില്ല. ഏറ്റവും ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് ഈ കേസിൽ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദ്, ആ ഖാലിദിനെ ഇന്ത്യയിൽ അന്വേഷണ നീക്കത്തിലും അതിലെ തുടർ നടപടികളിലും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയും അട്ടിമറിയും നടന്നുവെന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത്.